90 കൊല്ലം ജീവിച്ച ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠനവഴിയിൽ 50 കൊല്ലം ചെലവഴിച്ചു എന്ന് പറയുമ്പോ പഠിക്കാൻ എത്രയും ഉണ്ട്. തീരാത്ത ഒരു ലോകമാണ് പഠന ലോകം. അറിവിന്റെ ലോകം ആർക്കും തീർക്കാൻ കഴിയാത്തൊരു ലോകമാണ്. പക്ഷേ കുറച്ചെങ്കിലും ആവുമ്പോളം പഠിക്കുന്നവർ കുറഞ്ഞു പോകുന്നത് വലിയ സങ്കടമാണ്. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ചുള്ള വിഷയം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യക്സുറുൽ ജഹ്ലു, അജ്ഞത അധികരിക്കും, അറിവുകേട് അധികരിക്കും. ആളുകൾക്ക് എത്ര പേർക്കാണ് അറിവുകേട്? നേർക്കുനേരെ ചെയ്യേണ്ട നിർബന്ധമായ കർമ്മങ്ങളെപ്പറ്റി പലർക്കും അറിയില്ല. ഇപ്പൊ അടുത്ത് ഒരാൾ ഉളു കൊടുക്കുന്നത് കണ്ടപ്പോ ഉളു പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, ഒരു കയ്യിൽ വെള്ളം എടുത്തിട്ട് മുഖത്തിലേക്ക് തെളിക്കുന്നു. മുഖത്തിലൂടെ വെള്ളം ഒലിച്ചിറങ്ങൽ ഷർത്തല്ലേ സഹോദരങ്ങളെ? പിന്നെ ഒരു കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തൊട്ട് അതാ തടവുന്നു. കൈ തടവുകയല്ലല്ലോ വേണ്ടത്, കഴുകുകയല്ലേ വേണ്ടത്. വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങണം. കഴുകപ്പെടുന്ന അവയവങ്ങളിലൂടെ മുഴുവനും വെള്ളം ഒലിച്ചിറങ്ങുന്നത് ഷർത്താണ്. ഉളൂ ശരിയാകണമെങ്കിൽ നനവ് തട്ടിയാൽ പോരാ. അയാൾക്കത് അറിയില്ലായിരുന്നു. അയാൾ ഉളൂ കൊടുത്ത് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് 35 കൊല്ലമായിട്ടുണ്ട്. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ എന്ത് വിഷയങ്ങളാണ് അറിയുക കൃത്യമായിട്ട്. നജസ് ശുദ്ധീകരിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ പോക്ക് തന്നെയാണ്. ശുദ്ധീകരിക്കേണ്ടതുപോലെ ശുദ്ധിയായിട്ടില്ലെങ്കിൽ ഏത് കാര്യമാണ് ശരിയാകുക സഹോദരങ്ങളെ? ശരിയാകണ്ടേ കാര്യങ്ങൾ? കൃത്യമായിട്ടും ശരിയാകണ്ടേ? ഒരു കുട്ടി വീട്ടിൽ മൂത്രമൊഴിച്ചു. ഇപ്പോഴുള്ള വീട് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ വീട് പോലെയല്ല. മുമ്പ് കരി തേച്ച വീടാകുമ്പോൾ ഒരു നനവെങ്കിലും അവിടെ അങ്ങനെ കുറേ കാലം നിൽക്കും. കാവി തേച്ച വീടാകുമ്പോഴും കടപ്പക്കല്ല് അങ്ങനെ പറഞ്ഞാൽ അവിടെ മനസ്സിലാവില്ലേ, കടപ്പ അത് ഒട്ടിച്ച വീടാണെങ്കിലും കുറച്ചു നേരം നനവ് കൂടുതൽ നിൽക്കും. ഇപ്പോഴുള്ള ഈ പുതിയ കല്ലുകളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും. ഒരു ഫാനോ കാറ്റോ തട്ടിയാൽ 2 മിനിറ്റ് കഴിഞ്ഞ് പോയി നോക്കിയാൽ ഒന്നും കാണൂല. മൂത്രമൊഴിച്ചിട്ടൊന്നുമില്ല, ആരാ വെറുതെ പറഞ്ഞാ? മൂത്രമൊഴിച്ചത് അവിടെ ഉണ്ട്, മൂത്രവും അവിടെയുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ കുളിച്ചു വരുന്ന ആൾ, ഉളു എടുത്ത് വരുന്ന ആൾ അതിലൂടെ ചവിട്ടിയിട്ടാണ് നേരെ മുസല്ലയിലേക്ക്. മുസല്ല നജസായി, ആ പോയ റൂമൊക്കെ നേസായി. ഈ നനഞ്ഞ കാലോണ്ടല്ലേ വരുന്നത്, അയാളെ വസ്ത്രവും നേസായി. പിന്നെ ഏതാ ശരിയാകുക? നമ്മൾ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയുള്ള എത്ര മേഖലകൾ, അറിയാത്ത എത്ര മേഖലകളുണ്ട് കൃത്യമായിട്ട് അറിയാത്തത്. എല്ലാ വിഷയങ്ങളും അറിയണ്ടേ? അറിയണം, പഠിക്കണം, അറിയണം. അറിവിൻ്റെ കുറവ് കൊണ്ട് നഷ്ടം സംഭവിക്കരുത്. ട്രെയിൻ യാത്ര ചെയ്യുന്ന ആള് നിസ്കാരം പഠിക്കണം. വിമാനയാത്ര ചെയ്യുന്ന ആള് നിസ്കാരം പഠിക്കണം. ലാൻഡ് ചെയ്തിട്ട് നിസ്കരിച്ചാൽ പോരാ, കുറ്റക്കാരനായി മാറും. അതിനിടയ്ക്ക് നിസ്കാരം അയാളെ പെരടിയിൽ വരുന്നു. ഉളു കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഉളു കൊടുക്കാനുള്ള ബക്കറ്റ് വെള്ളമായിട്ട് വയ്ക്കാന്നല്ല, പാകത്തെ വെള്ളത്തിൽ ഉളു കൊടുക്കാനുള്ള സൗകര്യം അതിൻ്റെ ഉള്ളിലുണ്ട്. മൂത്രച്ച് വൃത്തിയാക്കാനുള്ള സൗകര്യമില്ലേ? ആ സ്ഥലത്ത് തന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ട് ഉളു കൊടുക്കുക. ഒറ്റ കുപ്പി മതി ഉളു കൊടുക്കാനുള്ള വെള്ളം, ഒരു ബക്കറ്റൊന്നും വേണ്ട. ഉളു കൊടുക്കാൻ പഠിച്ചാൽ അത്ര മതി. നിർബന്ധം കൂടുന്ന രീതിയിൽ ഉളു കൊടുക്കുക. നന്നായിട്ട് വെച്ച് റെഡിയാക്കണ്ടല്ലോ. എന്നിട്ട് ആ സീറ്റിൽ തന്നെ ഇരുന്നിട്ട് നിസ്കരിക്കാം, സമയത്തെ മാനിച്ചുകൊണ്ട് നിസ്കരിക്കണം. അത് നിർബന്ധം. ലാൻഡ് ചെയ്യുമ്പോഴേക്ക് നിസ്കാരം ഖളാ ആയി പോകും. അവിടെ എത്തിയിട്ട് നിസ്കരിക്കാന്ന് പറയുമ്പോൾ ഇവിടെ നിസ്കരിക്കാനുള്ള ഈ ചാൻസ് കിട്ടിയിട്ടും നിസ്കരിക്കാതിരുന്നാൽ കുറ്റം വരും. പിന്തിച്ച കാരണമില്ലാതെ പിന്തിച്ചതിൻ്റെ വൻകുറ്റം പെരടിയിൽ എഴുതപ്പെടും. ചെറുതല്ല, വലുതാണ്. അപ്പൊ അവിടെ എങ്ങനെ നിസ്കരിക്കണം? നിസ്കാരം പഠിക്കണം. രോഗി നിസ്കരിക്കാൻ പഠിക്കണം. രോഗിയുടെ നിസ്കാരം, കഴിവില്ലാത്തവന്റെ നിസ്കാരം പഠിക്കണ്ടേ? പഠിക്കണം. നിസ്കാരം ശരിക്ക് അറിയാത്തത് കൊണ്ടല്ലേ? നിങ്ങൾ നോക്ക്, ചില പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വലിയ രസം തോന്നും. പള്ളിയിൽ സ്റ്റേജിൽ കസേര വെച്ചാൽ ഒന്ന് അങ്ങനെ ഒന്ന് ഇങ്ങനെ, എങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത്. എന്നാ ഈ വെക്കുന്ന ആള് കൃത്യമായിട്ട് അതാത് കേന്ദ്രത്തിലെ ഉസ്താദുമാരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പഠിക്കണം. ഫുള്ള് ഏത് അളവിലെത്തുമ്പോഴാണ് ഇയാൾ ഇരുന്ന് നിസ്കരിക്കാനുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്?
കഴിവില്ലാത്തവൻ എന്ന രീതിയിൽ ഇരിക്കണമെങ്കിൽ ഏത് രൂപത്തിലാകണം? നിൽക്കാൻ കഴിയോ? സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയൂല. വേറെ ആരെങ്കിലും താങ്ങിയിട്ട് നിൽക്കാൻ കഴിയോ? അത് കഴിയും. എന്നാ താങ്ങിയിട്ട് നിൽക്കണം. അതിന് കൂലിക്കൊടുക്കാൻ കഴിവുള്ളതാണ് കൂലിക്ക് ഒരാളെ നിർത്തണം. അല്ല, കൂലിക്ക് വേണ്ട, ബലത്തിന് 2 പിടുത്തം കൊടുത്തിട്ട് 2 ഭാഗത്തും 2 തോളിൻ്റെ അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ ഭാഗത്ത് 2 കുളത്ത് വെച്ചിട്ട് പിടിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ അവലംബിച്ചിട്ട് നിൽക്കാൻ കഴിയോ? എന്നാ അങ്ങനെ നിൽക്കണം. അപ്പുറത്തുള്ള ഒരു ചുമരിൻ്റെ അവലംബത്തോടെ നിൽക്കാൻ കഴിയോ? അങ്ങനെ നിൽക്കണം. ഒരു തൂണിലേക്ക് പതുക്കെ ഇങ്ങനെ ചാരിയിട്ട് നിൽക്കാൻ കഴിയോ? അങ്ങനെ നിൽക്കണം. ഇങ്ങനൊന്നും നിൽക്കാൻ കഴിയൂലേ? അയാളിരിക്കണം. അപ്പൊ നിൽക്കാൻ കഴിയാന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ തന്നെ ഏതെല്ലാം അവസ്ഥകൾ കഴിയണം? ഇത് കാലിന്റെ നഖത്തിനൊരു വേദന വരുമ്പോഴേക്കാണ് പോയി കസേര ഇരിക്കണം. അതൊന്നും നടക്കൂല. അത് വിശദമായിട്ട് ശരിക്കും പഠിക്കുന്ന വേണോ? അല്ലെങ്കിൽ ആ ഇരുത്തവും ആ നിസ്കാരം കാര്യങ്ങളൊന്നും ശരിയാകൂല. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മളെ അറിവിന്റെ കുറവുണ്ടായിരിക്കും. നിസ്കാരം ശരിയാകണ്ടേ? മദീന പള്ളിയിൽ ഒരു സ്വഹാബി നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ആ സ്വഹാബിനെ. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയി നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. രണ്ടാമതും ആ സ്വഹാബി പോയി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി നിസ്കരിക്ക്, നിസ്കരിച്ചിട്ടില്ല, ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. മൂന്നാമതും വിളിച്ചു. മൂന്നാമത്തെ തവണയോ 4-മത്തെ തവണയോ ആ സ്വഹാബി പറഞ്ഞു, നബിയെ എത്ര പ്രാവശ്യം നിസ്കരിക്കാൻ പറഞ്ഞാലും ഇങ്ങനെ അറിയുള്ളൂ, ഇങ്ങനെ എനിക്ക് അറിയുള്ളൂ. അപ്പൊ തങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു കൊടുത്തു. നിസ്കാരത്തിലേക്ക് നീ നിൽക്കാൻ ഉദ്ദേശിച്ചാൽ തക്ബീർ ചൊല്ലണം, നിയ്യത്ത് ചെയ്യണം, ഫാത്തിഹ ഓതണം, ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ നീ സൂറത്തും കഴിഞ്ഞ് റുക്കൂയിലേക്ക് പോകണം. റുക്കൂയിലെത്തിയാൽ റുക്കൂയിൽ നല്ലോണം ഒന്ന് അടങ്ങി ഒതുങ്ങണം. ചുരുങ്ങിയത് ഒരു തസ്ബീഹ് പൂർണ്ണമായും ചൊല്ലുന്ന സമയമെങ്കിലും സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, ഏറ്റവും നല്ല രൂപത്തിൽ, പൂർണ്ണ രൂപത്തിൽ, കുറഞ്ഞ രൂപം ഒരു 3 തസ്ബീഹെങ്കിലും. അപ്പൊ ശരിയായ നിലക്കുള്ള തുമഅ്നീനത്ത് അവിടെ കിട്ടും. പിന്നെ നീ ഇത്തിദാലിലേക്ക് വരണം, നേരെ ചൊവ്വേ നിൽക്കണം. ഹത്താ തത്മഇന്ന ഫീഹി, അവിടെയും നീ അടങ്ങി ഒതുങ്ങി നിൽക്കണം. പെട്ടെന്ന് സുജൂദിലേക്ക് പോകരുത്, ചൊല്ലേണ്ട ദിക്ർ ചൊല്ലണം. അത് കഴിഞ്ഞ് നീ സുജൂദിലേക്ക് പോകണം. സുജൂദിലും നേരത്തെ പറഞ്ഞ പോലെ സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി ദിക്ർ ചൊല്ലിയിട്ടൊന്ന് അടങ്ങി ഒതുങ്ങണം. അതിനുശേഷം ഇരിക്കണം. ഇരുത്തത്തിലും ദിക്ർ ചൊല്ലിയിട്ടൊന്ന് ഒതുങ്ങണം. പിന്നെയും സുജൂദിലേക്ക് പോകണം. അവിടെയും നീ അടങ്ങി ഒതുങ്ങണം. ഈ 5 പോയിന്റുകളിലും അടങ്ങണം. വത്തുമഇന്ന തുമഇനീനത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രസ് ചെയ്ത് ഇനി പോയി നിസ്കരിക്കൂ. അപ്പൊ നിസ്കാരം റെഡിയായി, നിസ്കാരം ശരിയായി അല്ലേ? നിസ്കാരം ശരിയായി. നിസ്കാരത്തുനിന്ന് ശ്രദ്ധയൊക്കെ പോയി നമ്മളെ മനസ്സും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ വേറെ ലോകത്തെത്തിയാൽ എങ്ങനെ നിസ്കാരം? അറിവില്ലായ്മയുടെ നിസ്കാരം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം അടുത്ത കണ്ടില്ല ഒരാൾ നിസ്കരിച്ചു. അയാൾ മുന്നിലാണോ ബാക്കിലാണോ ഫോൺ വെച്ചതെന്നറിയില്ല, ഫോൺ എവിടുന്നോ ശബ്ദിച്ചു. ആദ്യം അയാൾ മുന്നിലെ കീശയിൽ തപ്പി, കിട്ടിയില്ല. പിന്നെ ഇടത്തേ കീശയിൽ തപ്പി, കീശ 4 പിന്നെ ബാക്കിലെ കീശയിൽ തപ്പി നോക്കുമ്പോൾ അത് താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് കഷ്ടപ്പെട്ട് എടുത്തിട്ട് ആദ്യം നോക്കി ആരാണ് വിളിക്കണമെന്നുള്ളത്. പിന്നെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കി അങ്ങോട്ട് തന്നെ വെച്ചു. പിന്നെ മൂപ്പര് ബാക്കിയുള്ള ഓതാണ്, ബാക്കി അല്ലാഹു അഹദ് അല്ലാഹു സമദ്. കുഴപ്പമൊന്നും ആയില്ല. എന്തേ കുഴപ്പമുണ്ടോ? പഠിച്ചോനറിയില്ല, ഫോൺ വന്നിട്ടാണ് ഇങ്ങനെ എടുത്ത്. അല്ലാഹു തആലക്ക് അറിയില്ല, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത പോരെ. അതാണ് നിസ്കാരം. എങ്ങനെ ഉണ്ടാ നിസ്കാരം? ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങൾ. എന്തിനാണ് ആ നിസ്കാരം? ആരെ കളിയാക്കാനാണ് ആ നിസ്കാരം? അതല്ലേ നമ്മൾ കാണുന്നത്. എന്താ അതിൻ്റെ കുഴപ്പം? വിവരക്കേട്. ഒക്കെ എടുത്ത് നോക്കല്ലേ, ശരിക്കും നോക്കല്ലേ ആരാ വിളിക്കണത്. ഒരൊറ്റ വിഷയത്തിൽ നിന്നൊന്ന് ശ്രദ്ധ മാറിയിട്ട് രൂപഭാവങ്ങൾ മാറിയാൽ തന്നെ നിസ്കാരം ബാത്തിലല്ലേ? ഉദാഹരണമായിട്ട് കിതാബിൽ പറഞ്ഞ ഉദാഹരണം തന്നെ എന്താ? ഒരാൾ റുക്കൂയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. റുക്കൂയിലേക്ക് പോകാൻ സമയമായി. അപ്പം അയാൾ നിസ്കരിക്കുന്നതിൻ്റെ മുൻഭാഗത്തുകൂടെ അയാളെ തേടി അന്വേഷിക്കുന്ന കടക്കാരൻ കണ്ടാ ചോദിക്കും, കൊടുക്കാണ്ട്. ആ കടക്കാരനെ കണ്ട മാത്രയിൽ മുപ്പ് റുക്കൂക്ക് ഒറ്റ പോക്ക് പോയി.
എന്ത് പറഞ്ഞു ഇമാമിങ്ങൾ? ഇപ്പോയ റുക്കൂഴ് ശരിയല്ല, ബാത്തിലാണ്. ആള് വളഞ്ഞിട്ടല്ലേ പോയത്? മുട്ടുകാലുമേൽ കയ്യോ കുത്തിയില്ലേ? സുബ്ഹാന റബ്ബിയൽ അലീം ചൊല്ലിയില്ലേ? ഒരൊറ്റ നിയ്യത്തിൻ്റെ മാറ്റം, ഒരൊറ്റ നിയ്യത്തിൻ്റെ മാറ്റം കൊണ്ട് കാര്യങ്ങളൊക്കെ മാറിപ്പോയി. അങ്ങനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, കമ്മിൻ അമലിൻ യുതസവ്വറു ബി സൂറത്തി ദുനിയാ, എത്ര കർമ്മങ്ങളുണ്ട് ദുനിയാവിൻ്റെ രൂപമാണ് എന്ന് കരുതപ്പെടും. പക്ഷേ വയസീറു ബിഹുസ്നിൻ നിയ്യതി മിൻ അമലിൽ ആഖിറ, സദുദ്ദേശം കൊണ്ടത് ആഖിറത്തിന്റെ കർമ്മത്തിലായി പോകും. കമ്മിൻ അമലിൻ യുതസവ്വറു ബി സൂറത്തിൽ ആഖിറ, കണ്ടാ നല്ല ആഖിറത്തിന്റെ രൂപമാണ് എന്ന് തോന്നിപ്പോകുന്ന അമലുകളുണ്ട്. യസീറു ബി സൂഇൻ നിയ്യതി, ദുരുദ്ദേശം കൊണ്ട് ആ അമലുകൾ ആയിത്തീരും. മിൻ അമാലി ദുനിയാ, ദുനിയാവിന്റെ അമലുകളിൽ പെട്ടതാകും. ആഖിറത്തിന്റെ അമലിലേക്ക് അത് പോകൂല. നിയ്യത്ത് മാറിപ്പോകാൻ പാടില്ല. സുജൂദിലേക്ക് ഇങ്ങനെ തല കൊണ്ടുപോയി വെക്കുന്ന ആള്, സുജൂദിന്റെ ഭാഗത്തതാ പെട്ടെന്നയാള് ഒരു പല്ലി അങ്ങോട്ട് നീങ്ങുന്നത് കാണുന്നു. പല്ലി നീങ്ങുന്നത് കണ്ടപ്പോ നെറ്റി വെച്ചോ വെച്ചില്ലേന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റു. എന്നാൽ ആ എഴുന്നേറ്റപ്പോ പല്ലി പോയതിനാണ് അയാൾ നെറ്റി ഉയർത്തിയത് എങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് നെറ്റി വെച്ചത് എങ്കിൽ, ആ വെച്ചതും ഉയർത്തിയതും പരിഗണിക്കപ്പെടുകയില്ല, സുജൂദായി ഗണിക്കപ്പെടുകയില്ല, വേറെ തന്നെ ചെയ്യണം എന്ന് പണ്ഡിതന്മാര് മസ്അല പറയാൻ കാരണം ഒരു ചെറിയ വിഷയം കൊണ്ടല്ലേ സഹോദരങ്ങളെ. നമ്മുടെ മനസ്സും ശരീരവും ലോകവും ഒക്കെ മാറുന്ന രീതിയിൽ വിളിക്കുന്ന ആളെ നോക്കിയിട്ട് ഒന്ന് ഹലോ എന്ന് പറഞ്ഞില്ല എന്നുള്ളൊരു മാറ്റേ ഉള്ളൂ. ബാക്കി കൈകൊണ്ട് എല്ലാ ബട്ടണുകളും നീക്കിയിട്ട് എല്ലാ രൂപത്തിലും ബ്ലോക്കാക്കിയിട്ട് അത് കീശയിലേക്ക് തന്നെ വെക്കുമ്പോൾ നമ്മുടെ സ്ഥിതി എന്തായി പോയി? ഒന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ. ഇൽമിന്റെ കുറവുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നു. കാത്തു സൂക്ഷിക്കേണ്ട നിസ്കാരങ്ങളിൽ തന്നെ എത്രയാണ് സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നന്നായി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കരിക്കുന്ന സഹോദരിമാര്. ഇപ്പൊ യാത്രക്കാരികളായ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം പലയിടത്തുമുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത് എന്നറിയോ? യാത്രക്ക് വേണ്ടി പോകുന്ന സമയത്ത് ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്നു. കഴുത്ത് കാണുന്നുണ്ട്. അതുപോലെ മതിയല്ലോ അല്ലേ? ആ ധാരാളം മതിയാണ്, പറഞ്ഞു ചെന്നാ മതി, ഇപ്പൊ കിട്ടും നിസ്കാരം. ആ തട്ടുട്ടാ നിസ്കരിക്കുന്നത്, കഴുത്ത് കാണുന്നു. വീട്ടിലെ മക്കനെ കഴുത്ത് കാണുമോ? കഴുത്ത് കാണൂല. കാണോ? മുടി കാണോ? കാണൂല. ഈ ഇട്ടിരിക്കുന്ന തട്ടത്തിന് അതിന് പിന്നെ കുത്തിയിട്ടുണ്ട്, കഴുത്ത് കാണുന്നുണ്ട്. ഫാൻ്റെ കാറ്റുകൊണ്ട് പറന്നിട്ട് ബാക്കിലെ മുടിയും പിൻഭാഗവും കാണുന്നുണ്ട്. കയ്യിലുള്ള ഈ കഫ് അത് ഒരു 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 1/2 മീറ്റർ അല്ലെങ്കിൽ ഒരു 1/4 മീറ്റർ വിസ്തീർണം ഉള്ളത് കൊണ്ട് കൈ വെക്കുമ്പോൾ ഏകദേശം മുട്ടും കൈ വരെ കാണുന്നുണ്ട്. ആ വസ്ത്രധാരണം തന്നെ ശരിയായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നിസ്കാരം ശരിയാകുന്നു? ഔറത്ത് മറക്കൽ ഷർത്തല്ലേ? ആ മറക്കേണ്ട പരിധിയിൽ മറക്കണ്ടേ? മറക്കണം. ഒരു നിസ്കാര കുപ്പായം കൂടെ കരുതിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാകൂല. നല്ല ഭംഗിയിൽ റാഹത്തായി റെഡിയാവും. ആ ഇട്ട ആ ഷർട്ടിനുള്ള ചെറിയ കുഴപ്പങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഫാത്തിഹ ഓതാതിരുന്നത്, ഫാത്തിഹ ഓതിയിട്ടുണ്ട്, പക്ഷെ ഷർട്ടൊത്തിട്ടില്ല. ശ്രദ്ധിക്കേണ്ടതാണ്, സൂക്ഷിക്കേണ്ടത്. എത്രയോ ഉണ്ടങ്ങനെ, 1 2 എന്നല്ല, പല രൂപങ്ങളുണ്ട്. അറിവിൻ്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു പോകുന്നത്. അറിവ് കുറയാൻ പാടില്ല, അറിവ് നന്നായി പകർത്തി കൊടുക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? 2 കൊട്ട തലയിലേറ്റിയിട്ട് എഴുതിയ ഇൽമിൻ്റെ പലകകളും അതുപോലെ തന്നെ എല്ലിൻ കഷ്ണങ്ങളുമായി മദീന